എല്ലാ യാത്രകളും അവസാനം എത്തുന്നത് വീട്ടിലേക്കാണ് എന്ന് നമ്മൾ പറയാറില്ലേ. മടക്കയാത്ര പോലെ വികാരനിർഭരമായ മറ്റൊരു സാധനമില്ല. ദൂരെയുള്ള ജോലി സ്ഥലത്ത് നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ച് മടങ്ങിപ്പോവുക എന്നത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പണ്ട് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ലേ? ചില തിരിച്ചുവരവുകൾ മനസ്സമാധാനവും സന്തോഷവും പകരും നമുക്ക്. ചരിത്രം സൃഷ്ടിച്ച ചില തിരിച്ചുവരവുകൾ ഉണ്ടായിട്ടുണ്ട്. ലണ്ടനിലെ ടിൽബറി തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് മുംബൈയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്തെത്തിയ SS അറേബ്യ എന്ന കപ്പൽ വന്നിറങ്ങിയ ഒരു ഋഷഗാത്രനായ മനുഷ്യൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹമാണ് പിന്നീട് ചരിത്രം മാറ്റി എഴുതിയത് ഇന്ത്യയുടെ. മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതിയത് കൂടാതെ അദ്ദേഹം വെള്ളക്കാരൻ്റെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ സൂര്യനെ കൊണ്ട് അസ്തമിപ്പിച്ചു. ഇനി തിരിച്ചു ചെല്ലാൻ ഒരു സ്ഥലമില്ല എന്നറിയുന്ന ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഗസയിലും മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ ആളുകൾ മടങ്ങി വരുന്ന സമയത്ത് അവർക്ക് തിരിച്ചു ചെല്ലാനായിട്ട് ഒരു വീടില്ല. നമ്മളത് ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല. കാര്യം അവരുടെ മടക്കയാത്ര തന്നെ ദുസ്സഹമായ ഒരു അനുഭവമായി അവർക്ക് തോന്നും. അതുപോലെ തന്നെയാണ് വീടില്ലാത്തവരെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. യുദ്ധമുഖത്ത് പ്രകൃതിക്ഷോഭത്തിൻ്റെ സമയത്ത് വീടൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു പോയ ഒരാൾ എങ്ങോട്ട് പോകാനാണ്? എക്കാലവും തിരിച്ചു ചെല്ലാൻ ഒരു വീട് വേണം എന്ന പ്രതീക്ഷയില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. പക്ഷേ മടക്കയാത്രയിൽ അവർക്ക് അവിടെ എത്തുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വല്ലാത്ത ശൂന്യത അവർക്ക് അനുഭവപ്പെടും. വീട് ചരിത്രവും ഭാവനയുമാണ്, അതുപോലെ തന്നെ കിനാവും നൊമ്പരവുമാണ്. ഇതെഴുതിയത് MG സർവകലാശാലയിലെ പ്രൊഫസറും കവിയും ഒക്കെ ആയിരുന്ന D. വിനയചന്ദ്രനാണ്. എല്ലാ യാത്രകൾക്കും ഒരു മടക്കയാത്ര ഉണ്ടാകും. പക്ഷേ മടക്കയാത്രയ്ക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ അവിടെ നമുക്കൊരു ആലയം വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.